കഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നത്. 1.5 ലക്ഷം രൂപ കൊടുത്തൊരു സാധനം മേടിച്ചിട്ട് 3 മാസമായിട്ട് സർവീസ് സെന്ററിൽ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനില്ല ഒന്നും. അപ്പൊ ഈ കടയിൽ നിന്ന് ഓൺലൈനിൽ നിന്നൊക്കെ സാധനം മേടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് നമ്മുടെ സാംസങ്ങിന്റെ ടാബ് ഓൺലൈനായിട്ട് മേടിച്ചിട്ട് ഡാമേജ് പ്രൊഡക്റ്റ് കിട്ടിയ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് തന്നെ സാംസങ്ങായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്ത ഈ ഓൺലൈൻ വഴി മേടിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ ചെയ്ത ആകപ്പാടൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അൺബോക്സ് ചെയ്തിട്ട് ഡിവൈസ് ഓൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ വൈഫൈ ഉണ്ട്, വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള നമ്മൾ ചെയ്യുന്ന പതിവ്. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സിം കാർഡ് ഇട്ടു. അതിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വൈഫൈ ഓൺ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മുടെ പേരിലായിട്ട് രജിസ്റ്റർ ആവുകയാണ്. ഇൻ കേസ് വൈഫൈ നിങ്ങൾ കണക്ട് ചെയ്തില്ല, സിം കാർഡ് ഇട്ടില്ലെങ്കിൽ അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ റീപ്ലേസ് ചെയ്ത് തരും. പക്ഷെ നമുക്ക് ഈ ഒരു വിവരം അറിയത്തില്ലായിരുന്നു. നമ്മൾ ഡിവൈസ് കിട്ടി അൺബോക്സ് ചെയ്തപ്പോൾ സ്ക്രീനിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ആ സ്ക്രാച്ച് കാരണം നമ്മൾ ചെറിയൊരു സ്ക്രാച്ച് ആയിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് ഓണാക്കി നോക്കിയേക്കാം, ബാക്കിയുള്ള ഫംഗ്ഷൻ വർക്ക് ആകുമോ ഓണാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഓണാക്കിയപ്പോഴത്തേക്കും ഫസ്റ്റിലാണ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ തന്നെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തു. ജസ്റ്റ് യൂട്യൂബിൽ കയറി ഒരു പാട്ട് പ്ലേ നോക്കി, സ്പീക്കറൊക്കെ ടച്ച് ഓക്കെ എല്ലാം ഓക്കെ ആണെന്ന് തോന്നി. പിന്നെ കുറച്ച് ആ ഒരു പാട്ട് കഴിഞ്ഞപ്പോഴാണ് സ്ക്രീനിന്റെ സൈഡ് ഒരു ഗ്യാപ്പ് മനസ്സിലായി. അപ്പോൾ ഈ ടാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പ്രശ്നമാവുമല്ലോ. അപ്പോൾ പ്രീ ബുക്ക് ചെയ്ത് സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടാബാണ്. ടാബ് S10 അൾട്രയാണ്, 512 GB ആണ്. അപ്പൊ ഏകദേശം 1.5 ലക്ഷത്തോളം വില മതിക്കുന്ന ഒരു ടാബാണ് കേട്ടോ. അപ്പൊ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ സാധനം മേടിച്ചിട്ട് നമുക്കൊരു ഡാമേജ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ കമ്പനിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, പല മെയിലുകൾ അയച്ചു. അപ്പോൾ ഒക്ടോബറിലാണ് നമ്മൾ ഇതിന്റെ പേയ്മെന്റ് ചെയ്തത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഓൾമോസ്റ്റ് ഒരു 3 മാസത്തോളം ഈ ടാബ് ഇപ്പോൾ സർവീസ് സെന്ററിലായിരുന്നു. ഇന്നിപ്പോൾ ടാബ് എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ്. അപ്പൊ ആദ്യമേ അവർ പറഞ്ഞു സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സ്ക്രീൻ റീപ്ലേസ് ചെയ്യുന്നതിന് 37,000 രൂപയാവും, അത് അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അവർ പറഞ്ഞു സ്പെയർ, അത് സ്ക്രീൻ പുതിയ സാധനമാണല്ലോ, അപ്പൊ കമ്പനിയിൽ നിന്ന് സ്പെയർ കിട്ടാനായിട്ട് ഒത്തിരി ഡിലേ വന്നുകൊണ്ട് അവർ പറഞ്ഞു സ്ക്രീൻ കിട്ടാൻ താമസമാണ്, നിങ്ങൾക്ക് അന്നേരം ഇതിന്റെ പൈസ റിട്ടേൺ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസ റിട്ടേൺ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ, നമ്മൾ ആദ്യം ഓക്കെ പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അവർ തരുന്ന എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അതായത് നമ്മൾ പ്രീ ബുക്കിംഗ് ഓഫറിൽ നമുക്കൊരു 35,000 രൂപയോളം ഇതിന്റെ പ്രീ ബുക്കിംഗ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ പൈസ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് തരിക. അപ്പോൾ അവർ ഒരു 96,000 രൂപയോളമാണ് അവർ നമുക്ക് റീഫണ്ട് തരിക. അപ്പോൾ അത് വെച്ചിട്ട് ആ പൈസ വെച്ചിട്ട് നമുക്കൊരു പുതിയൊരു ടവ് മേടിക്കാനുള്ള പൈസ നമ്മുടെ ഇല്ല. അപ്പോൾ നമുക്ക് ആ പൈസ കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മളൊരു 10-30,000 രൂപ അഡീഷണൽ കൊടുക്കണം പുതിയ ടവ് മേടിക്കണമെങ്കിൽ. ഓൾറെഡി ഇതിന്റെ സാംസങ്ങിന്റെ ഈ ടാബിന്റെ കീബോർഡ് എല്ലാം നമ്മുടെ കയ്യിൽ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കീബോർഡിന് ഏകദേശം ഇത്രയും വില വരുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഓൾറെഡി കീബോർഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു, വീണ്ടും ഇത് റീഫണ്ടിന്റെ ഈ സെയിം സാധനം മേടിക്കണമെങ്കിൽ വീണ്ടും ഇത്രയും പൈസ നമ്മൾ എക്സ്ട്രാ മുടക്കണം. അപ്പൊ നമ്മളത് പറഞ്ഞു നമുക്ക് അതുകൊണ്ട് പറ്റിയല്ല, നമുക്കിത് റീപ്ലേസ്മെന്റ് ചെയ്ത് തന്നെന്ന് പറഞ്ഞു. അപ്പൊ അവരന്ന് പിന്നെ ഇത് കുറെ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് അവസരം പറഞ്ഞു അന്ന് അവര് വീണ്ടും സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അങ്ങനെ സ്പെയർ വന്നു, സ്ക്രീൻ റീപ്ലേസ് ചെയ്തു. ഇന്ന് പോയി സാധനം എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ്. അപ്പൊ സാധനം എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മൾ അവിടെ വെച്ചിട്ട് ഇതിന്റെ ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിന്റെ സ്ക്രീനിന്റെ 4 ഭാഗത്തും ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ അത് അവരോട് ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഗ്യാപ്പ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീനിലെ കവർ ഒട്ടിച്ചേക്കുന്നുണ്ട് തോന്നണമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാതെ ആ കവർ പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും ആ ഗ്യാപ്പ് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് സെന്ററിൽ നിന്ന് ഈ സ്ക്രീൻ ഒന്ന് പ്രോപ്പറായിട്ട് ഒരു എക്യുപ്മെന്റ് അകത്ത് വെച്ചിട്ട് ഒന്നൊരു പ്രസ് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിപ്പോ ഇന്നലെ 24-ാം തീയതി റെഡി ആയതാണ്. അപ്പൊ 25-ാം തീയതി ക്രിസ്മസ് ആയിരുന്നു. ഇന്ന് 26-ാം തീയതിയാണ് ഇത് പോയി എടുക്കുന്നത്. 27-ാം തീയതിയാണ്. ഇന്നലെയും പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ 2-3 ദിവസം കൊണ്ട് ഈ ഗ്യാപ്പ് വീണ്ടും വന്നെങ്കിൽ നമ്മൾ ഇനി ഇത് ഇത്രയും നാളുകൾ ഇനി യൂസ് ചെയ്യാനുള്ള സാധനമല്ലേ. അപ്പൊ ഞാൻ ചെയ്തത് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പ്രൊഡക്റ്റ് റിസീവ് ചെയ്തു. അതിൽ സാറ്റിസ്ഫാക്ടറിയിൽ ഞാൻ സാറ്റിസ്ഫാക്ഷൻ ടിക്ക് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഇത് എഴുതി കൊടുത്തിട്ട് പോകുന്നത്. കാരണം നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അത് പ്രോപ്പർ അല്ലാത്തതാണ്. അവരിപ്പോ ആ എക്യുപ്മെന്റിനകത്ത് വെച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് സാധനം തന്നു വിട്ടിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചെയ്താൽ നല്ലത്, ഇല്ലെങ്കിൽ എന്താവും എന്നുള്ളത് വീണ്ടും നമ്മൾ സർവീസ് സെന്റർ കയറി ഇറങ്ങേണ്ടി വരും. പിന്നെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു ഒരു 3 മാസങ്ങളുടെ എക്സ്ട്രാ വാറന്റിയും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺസ്യൂമർ കോർട്ടിൻ്റെ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കമ്പനി ഇത്
റീപ്ലേസ്മെന്റ് തന്നില്ല, റിപ്പയർ ചെയ്ത് തന്നു. അപ്പോൾ ഈ കൺസ്യൂമർ കോർട്ടിൽ ഇതുവരെ കേസ് ഫയൽ ചെയ്ത ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകണോ അതോ കേസ് ക്യാൻസൽ ചെയ്യണോ? കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഡാമേജ് ആയിരുന്നു. ഇപ്പോൾ 3 മാസത്തോളം ഈ പ്രൊഡക്റ്റ് സർവീസ് സെന്ററിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയാണെങ്കിൽ നമുക്കിപ്പോൾ അവർ കമ്പനിയിൽ മെഷീൻ ഫിക്സിംഗ് ആയിട്ട് വരുന്ന സാധനം ഇവിടെ വന്നിട്ട് ലോക്കലായിട്ടുള്ള പ്രസ്സിങ്ങിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് സെറ്റ് ആവും എന്നുള്ളത് നമ്മുടെ ഒരു കൺസേൺ ആണ്. ഇത്രയും 1 ലക്ഷം രൂപ മേളിൽ വില വരുന്ന ഒരു ടാബാണ്. അപ്പോൾ ആ കൺസ്യൂമർ കോർട്ടിലെ കേസിന്റെ അവസ്ഥ ഇനി എന്താവും? അങ്ങനെ കൺസ്യൂമർ കോർട്ടിലെ കേസുമായിട്ട് പോയിട്ടുള്ള ആൾക്കാർ അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിന് വേറെ കംപ്ലൈന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു, ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അപ്പം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൺലൈനായിട്ടോ ഷോപ്പിൽ പോയിട്ടോ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അത് സിം ഇട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, നമ്മൾ പൈസ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ സ്ക്രീൻ എല്ലാം പ്രോപ്പർ ആയിട്ട് ഒട്ടിയാണോ ഇരിക്കുന്നത്, ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ, സ്ക്രീനിൽ സ്ക്രാച്ച് ഉണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തോണം. നമ്മൾ ഷോപ്പിൽ ചെന്ന് മേടിക്കുമ്പോഴത്തേക്കും അവിടെ കടയിൽ തിരക്കായിരിക്കും, പല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അവർ പെട്ടെന്ന് സിം ഇട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളിൽ ഫോൺ തന്നു വിടും. പിന്നെ നമ്മൾ 1-2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതൊന്ന് ക്ലോസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈൻ മേടിച്ചാലും കടയിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ആണെങ്കിൽ വീഡിയോ പിടിച്ചുകൊണ്ട് അൺബോക്സ് ചെയ്യുക, അതിങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇത് ആക്ടിവേറ്റ് ചെയ്യുക. കടയിൽ നിന്നാണെങ്കിൽ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സിം ഇടാൻ അവർക്കത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ചില കടക്കാരൊന്നും ശ്രദ്ധിക്കാണ്ട് പെട്ടെന്ന് സിമ്മൊക്കെ ഇട്ട് തരും. അപ്പോൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രം സാധനം എടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു മുട്ടൻ പണിയാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഇത് അടുത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, കൺസ്യൂമർ കോർട്ടിൽ പോയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.